ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ നമുക്ക് എന്തൊക്കെയാണ് കഴിക്കാനുള്ളതെന്ന് നോക്കാവേ. ബ്രെഡും ജാമും ബട്ടറും ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ നമുക്ക് മുട്ട പുഴുങ്ങിയതുണ്ട് കഴിക്കാനായിട്ട്. പിന്നെ ഇന്നത്തെ ദിവസം പൂരിയാണ്. പൂരിയുടെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് ഒരു കറിയുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും, ഇത്രയാണ് ഇന്നത്തെ ദിവസം രാവിലെ നമുക്ക് കഴിക്കാനായിട്ടുള്ളത്. പിന്നെ കുടിക്കാനായിട്ട് അതല്ലാതെ കോൺഫ്ലേക്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ചായ, കാപ്പി, പിന്നെ ജ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഇഡ്ഡലി സാമ്പാറും ചമ്മന്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പൂരിയും കുറച്ച് കറിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, ഒരു മുട്ട, പിന്നെ കുറച്ച് ബ്രെഡും ബട്ടറും കുറച്ച് ജാമും, ഇത്രയും സാധനങ്ങൾ കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊരു ഓംലെറ്റും കൂടെ പറഞ്ഞു കേട്ടോ. എനിക്കിവിടുത്തെ ഈ ഓംലെറ്റ് ശരിക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ഒരു ഓംലെറ്റും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെ ഒരു ദിവസം കൂടെ ഉള്ളൂ. നാളെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ റിസോർട്ട് മൊത്തം ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങി വരുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഒരു റിസപ്ഷനായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ ഏത് ഫ്ലോറിൽ ചെന്നാലും അവിടെ ഇതുപോലെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ നമുക്ക് അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൂമിൽ തന്നെ ഇരുന്ന് ബോറടിക്കണമെന്നില്ല. നമുക്ക് കുറച്ച് വെളിയിലൊക്കെ ഒന്ന് ഇറങ്ങി ഇരിക്കണമെങ്കിൽ, അതായത് ബിൽഡിങ്ങിൻ്റെ വെളിയിൽ പോകേണ്ട, ബിൽഡിങ്ങിനകത്ത് തന്നെ, പക്ഷെ നമ്മുടെ റൂമിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഒന്ന് പോയി കുറച്ച് സമയം ഇരിക്കാം എന്നൊക്കെ നമുക്ക് തോന്നിയാൽ ഇതുപോലെ എല്ലാ ഫ്ലോറിലും നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, പിന്നെ ബുക്സൊക്കെ ഉണ്ട്, അവിടെ പത്രമൊക്കെ ഉണ്ട്, വായിക്കണമെങ്കിലൊക്കെ സൗകര്യങ്ങളൊക്കെ അവർ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി താഴോട്ട് പോകാം. അവിടെയാണ് നമ്മുടെ റെസ്റ്റോറൻ്റ് ഉള്ളത്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലായതുകൊണ്ട് നമുക്ക് ലിഫ്റ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നല്ലൊരു ഫോട്ടോ ഉണ്ട്, ആലപ്പുഴയുടെ സൂപ്പർ ഒരു ഫോട്ടോ ആണ്. നമ്മൾ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുമ്പം ഫസ്റ്റ് റൈറ്റിലാണ് റെസ്റ്റോറൻ്റ് ഉള്ളത്. ഇവിടെ തെയ്യത്തിൻ്റെ വലിയൊരു പടം വരച്ച് വെച്ചിട്ടുണ്ട്. പടമല്ല, അത് ശരിക്കും ഉണ്ടാക്കി വെച്ചിരിക്കുക തടി കൊണ്ട്. നല്ല രസമല്ലേ കാണാൻ. അവിടെയായിട്ടാണ് റിസപ്ഷൻ. ഇനി ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് കാണിച്ചു തരാം. ഇവിടെ ഇതാണ് റെസ്റ്റോറൻറ്റ്. This is the restaurant here. All right, let's go outside and see. അപ്പോൾ ഇനി നമുക്ക് ഈ റിസോർട്ടിൻ്റെ വെളിയിൽ, അല്ലെങ്കിൽ ഈ കോമ്പൗണ്ട് മുഴുവനൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. സ്വിമ്മിംഗ് പൂളും ജിമ്മും ഒക്കെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ. ഇനി നമുക്ക് ഈ റിസോർട്ടിൻ്റെ വരാന്തയിൽ കൂടി ഒന്ന് നടക്കാം. വെരി റിലാക്സിങ് അറ്റ്മോസ്ഫിയർ. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടുത്തെ സീസൺ ടൈമിലല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബേർഡ് സാഞ്ചുറിലൊക്കെ പോയിട്ട് ഈ നമ്മുടെ മൈഗ്രേറ്ററി ബേർഡ്സിനെ കാണാമായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ തീരുമാനിച്ചാണ് കുമരകത്ത് പോകാമെന്ന്. അപ്പം പ്ലാൻ ചെയ്ത് വന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ അത് മെയിൻ റോഡാണ്. മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ഇവിടെ ജിമ്മുണ്ട്, അതിനപ്പുറത്ത് സ്വിമ്മിംഗ് പൂളുണ്ട്, പിന്നെ അപ്പുറം ഇപ്പുറം നല്ല ഗാർഡനൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ദൂരെയായിട്ടൊരു പുഞ്ചയുണ്ട്, നമുക്ക് അവിടെ പോയി നോക്കാം. ആൻഡ്രൂ ഈസ് ഗോൺ ഫോർ സ്വിമ്മിങ്. അപ്പോൾ സാധാരണ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ആ സീസൺ ടൈം ആകുമ്പോഴത്തേക്കിന് ഈ റിസോർട്ടിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. റൂമൊക്കെ കിട്ടാൻ പാടാണ്. പക്ഷെ നമ്മൾ സീസൺ അല്ലാത്തത് നമുക്ക് സുഖമായിട്ട് ഇതിനകത്ത് സമാധാനമായിട്ട് നടക്കുക. അല്ലെങ്കിൽ ഇവിടെ ഒത്തിരി ആളായിരിക്കും. ഇത് നമ്മുടെ ബാഡ്മിൻ്റൺ ആണ്. അപ്പം നേരത്തെ ഞാൻ കാണിച്ചായിരുന്നല്ലോ. അപ്പം നമ്മുടെ ആ പൂഞ്ചപ്പാടത്ത് പോയി നോക്കാം കേട്ടോ. അവിടെ ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പിന്നെ വെള്ളപ്പൊക്ക സമയത്തൊക്കെ ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. കണ്ടില്ലേ, നല്ല ശാന്തമായ സ്ഥലം. പണ്ടിത് നെൽകൃഷിയൊക്കെ ചെയ്തിരുന്ന സ്ഥലമായിരുന്നു. പിന്നെ ഇപ്പോൾ അത് ഇങ്ങനായി, എങ്ങും കൃഷിയൊന്നും ഇല്ലല്ലോ അധികം. കുയിലിരുന്ന് ഇങ്ങനെ കരയുന്നുണ്ട്. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞങ്ങളിവിടെ വന്നതിന് ശേഷം അങ്ങനെ മഴ പെയ്തിട്ടില്ല. എനിക്ക് നമ്മൾ വരുന്നതിന് മുമ്പൊക്കെ മഴയായിരുന്നു തോന്നുന്നു. അതായിരിക്കും ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നത്.
അപ്പോൾ ഈ വെള്ളത്തിലൊക്കെ ചെറിയ മീനുകളൊക്കെ ഉണ്ട്. അതിനെ തിന്നാനായിട്ടാണ് ഈ കിളികളൊക്കെ ഇവിടെ വരും. അപ്പോൾ നമ്മൾ സീസൺ ടൈമിൽ വന്നാൽ ഈ മൈഗ്രേറ്ററി ബേർഡ്സിനെയൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും ഇവിടെ. There's a relaxation hub here. It's like a bird watching hub. Yeah. You know the bird sanctuary that we went to in Kumarakom? That was absolutely a useless bird sanctuary because there was no birds in there. So restaurant people staff were saying that if you go and sit in our relaxation hub over there on top, you'll see a lot more birds than in the bird sanctuary. Andrea, that's the swimming pool over there. Coconut trees. Look, there's a lot of coconuts in there. All right, let's go and see the relaxation hub. Or like bird watching area. Yeah, wow. Actually, since we came here like on Tuesday, we arrived here, and the staff were actually telling us there's a place you can go and sit down and relax, and you can see a lot of birds. But we didn't get a chance to come here, isn't it? And today is the last day. We're gonna be here and we're leaving tomorrow morning. So I thought, okay, let's just go and see the bird watching area. Let's see if we can see any birds. Oh, there's a kokumundi over there. I don't know what you call it, kokumundi in English. That white bird over there. These birds regularly come here to eat fish because this, like I told you, this used to be a paddy field before. Now it's just a field, you know. So there's a lot of fish in it. That's why you'll see a lot of birds coming here in the evening and early morning to catch fish. Kumarakom is actually very similar to, it's a very small place which is close to Alapi district. Yeah, it's pretty much same like Alapi. So the tourists who come to visit Alapi, they'll definitely come to Kumarakom as well, because in Kumarakom also you can go for boating and yeah, bird watching and stuff. But in Alapi, then you can see a lot of other things as well. You know, there's a lot of beaches and lakes and backwaters and rivers and streams everywhere, just water. Sometimes, you know, like during December, January, November, that season, you see a lot of migratory birds here. Even African birds, you know, they come here during winter time. Wow, we can see Andrew swimming from here. This guy is really crazy at swimming. He loves swimming, you know. And I get so jealous every time I see him swimming. I get jealous because I can't swim. Oh, there's a chiku tree over here, guys. Chiku, there's a lot of chikus in the tree. Can you see? Oh, we love chikus. If anyone visiting India or Kerala, you must try chiku. So you'll understand what I'm talking about. Chiku is one of the best fruits in the world. Andrew! ഇവരൊക്കെ നീന്തുന്ന കാണുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടമുണ്ട്. എനിക്ക് നീന്താൻ അറിയാത്തതല്ലേ. ആലപ്പുഴക്കാരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് നീന്താൻ അറിയാത്തത് ഒരു വലിയ നാണക്കേടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആലപ്പുഴ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും വെള്ളമാണല്ലോ.
കടലും കായലും നദികൾ അല്ലേ, കണ്ടം, പുഴ, തോട്, കുളം എല്ലാം എങ്ങോട്ട് തിരിഞ്ഞാലും ഇതുണ്ട്. പക്ഷേ ഇങ്ങനൊരു സ്ഥലത്ത് ജനിച്ച് വളർന്നിട്ട് എനിക്ക് നീന്താൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത നാണക്കേടല്ലേ. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട് കൊച്ചിലെ എന്നെ നീന്താനൊക്കെ അച്ഛനമ്മയെ പഠിപ്പിക്കാൻ അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. കുളത്തിൽ ഇടയ്ക്കൊക്കെ പോകുമ്പോൾ എന്നെ നീന്താൻ പഠിപ്പിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ എനിക്ക് ഈ വെള്ളത്തിനോട് ഭയങ്കര പേടിയാണ്. കൊച്ചിലെ തൊട്ട് എനിക്ക് ഈ പാമ്പൊക്കെ പേടിയാണ്. അപ്പോൾ ഈ കുളത്തിലൊക്കെ പാമ്പുണ്ടല്ലോ, പുളകനെന്ന് പറഞ്ഞൊരു പാമ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അന്നൊട്ട് എനിക്കിത് മനസ്സിലിങ്ങനെ ഒരു പേടിയാണ്. വെള്ളത്തിലിറങ്ങിയാൽ വെള്ളത്തിനടിയിൽ പാമ്പുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അങ്ങനെ ഒരു ഫിയർ എനിക്കുണ്ട്. പിന്നെ മുങ്ങിച്ചാവുമെന്നൊക്കെ ഉള്ള ആ സമയത്തൊക്കെ ഒത്തിരി ആൾക്കാർ വെള്ളത്തിൽ പിള്ളേരൊക്കെ കുളിക്കാൻ ഇറങ്ങിയിട്ടൊക്കെ മുങ്ങിച്ചാവുമായിരുന്നല്ലോ ആ സമയത്തൊക്കെ. പണ്ടൊക്കെ ഭയങ്കര വെള്ളമല്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഫിയർ എൻ്റെ മനസ്സിലോട്ട് കൊച്ചിലേ തൊട്ട് കയറി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നീന്തൽ പഠിക്കാനായിട്ട് പിന്നെ ശ്രമിക്കാമായിരുന്നത്. കാരണം പഠിച്ചിട്ട് കാര്യമില്ല, വെള്ളത്തിലിറങ്ങാൻ പേടിയല്ല. പക്ഷേ എനിക്കിപ്പോൾ ആ പേടി, വെള്ളത്തിനോടുള്ള പേടി മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിനിയൊന്നും നീന്തൽ പഠിക്കണമെന്നുണ്ട്. കാരണം ഇപ്പോൾ ആൻഡ്രൂൻ്റെ കൂടെയൊക്കെ എവിടെ പോയാലും നമ്മൾ ഇതുപോലെ വലിയ ഹോട്ടലൊക്കെ എടുക്കുമ്പോൾ എല്ലായിടത്തും സ്വിമ്മിംഗ് പൂളുണ്ട്. പക്ഷേ നീന്താൻ അറിയത്തില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ളിടത്തൊന്നും പോയി താമസിച്ചിട്ട് കാര്യമില്ല. അപ്പം ആൻഡ്രൂ തന്നെ എന്നെ ഒരുപാട് പഠിപ്പിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ തുർക്കിയിൽ പോയ സമയത്ത് അവിടെ എന്നെ നീന്തൽ പഠിപ്പിക്കാൻ പുള്ളി കുറേ ശ്രമിച്ചു. പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ. Yeah, so guys, so those who are people who are watching my videos, if you are interested to visit Kerala, and you must visit Alappuzha and Kumarakom. And if you want to visit Alappuzha or Kumarakom, the best place you can stay is this resort, because this resort is actually very close to Alappuzha. It's only a 30 to 40 minutes drive from here to Alappuzha. So if you stay in a place like this, you can visit Kumarakom and Alappuzha at the same time. But there are so many other resorts as well in both in Alappuzha and Kumarakom. But because I've stayed here like a week now, going to be a week, so I would recommend this place. This resort is called Greenfields. Okay, the staff are very friendly, very comforting, very friendly people. And the place, every time you ask them to make the room clean, immediately the service will be done. Service is excellent, and the restaurant staff also very friendly, and anything you ask, any service you call and ask them to do it, it will be done straight away, and even food also, breakfast is complimentary, but whatever breakfast you want to have, if you tell them, they'll make it for you. So the food is good, staff are good, facilities are good, service is really good. It's quite convenient and comfortable to stay in a place like this if you want to visit Alappuzha and Kumarakom. So I would recommend, guys, this place is one of the best. The other resort that we stayed in Alappuzha also is a nice place. It's very close to the lake. But the problem is it's too far inside. So the route is actually quite complicated. So yeah. So I would recommend this place for you guys. Well, I've just seen a bird over there. In Malayalam we call it uppan. Like I remember we used to say to this bird, it's നല്ല കാറ്റാണേ. ഇവിടെ ഇരുന്ന് അങ്ങ് ഉറക്കം വരും. നല്ല കാറ്റാണ്, കണ്ടതല്ലേ. ഇവിടെ ഇങ്ങനെ ഈ കിളികൾ വന്ന് മീനൊക്കെ തിന്നുന്ന കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കുക. ഇവിടെ ഇരുന്ന് അങ്ങ് ശരിക്കും ഉറങ്ങും. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവർ നമുക്ക് കരിക്കും വെള്ളം കൊണ്ടു തന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട്. കൊള്ളാല്ലേ? Yeah, just take whatever you want. എങ്ങനെയുണ്ട്? Super. Sweet, cold and refreshing. Wow. I can't wait to have it. But I'm not going to have it now. I'll have it later when I'm thirsty. ഒരാൾ സ്വിമ്മിംഗ് പൂളിൽ പോയി നീന്തിയിട്ട് വന്ന അതേ നനഞ്ഞ ഡ്രസ്സിൽ ഇവിടെ വന്നിരിക്കുകയായിരുന്നു. ഇവിടെ ഫാനിൻ്റെ അടിയിലിരുന്നത് ഉണങ്ങി. സ്വിമ്മിംഗ് പൂൾ എവിടെ കണ്ടാലും ചാടുവാൻഡ്രു.
ഭയങ്കര നീന്തൽ വിദഗ്ധനാ. ഞാൻ ചില വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു, കണ്ടായിരുന്നല്ലോ എല്ലാവരും. ഇത് നമ്മുടെ പുതിന പൊറോട്ട. പിന്നെ ഇതെന്തോ സ്ട്രോബെറി ഷേക്കോ, സ്ട്രോബെറി ഷേക്കും പിന്നെ എൻ്റെ ലൈം ജ്യൂസ്, ഫിഷ് ബിരിയാണി. എന്തൊരു സുഖം, ഭയങ്കര നല്ല കാറ്റുണ്ട് ഇവിടെ കേട്ടോ, സുഖമാണ്. ഇവിടെ വേണമെങ്കിൽ ഒരു പായിട്ട് ഇവിടോട്ട് കിടന്നുറങ്ങാം. അപ്പോൾ ഞാൻ ഒരു ഫിഷ് ബിരിയാണി ഓർഡർ ചെയ്തതുകൊണ്ട് അതിൻ്റെ കൂടെ കുറച്ച് അച്ചാറ്, പിന്നെ കുറച്ച് റൈത്ത, പിന്നെ പപ്പടം. ഫിഷ് കണ്ടോ, കുറേ പീസുണ്ട്, 1 2 3 ഇതിനകത്തുണ്ട് 4 5 കുറേ പീസുണ്ട്. നല്ല ജനറസായിട്ട് അത് തന്നിരിക്കുക. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കാം. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫിഷ് ബിരിയാണി ഞാൻ ഇതുവരെ കഴിച്ചില്ല. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കട്ടെ. തൈരും പപ്പടവും ഇച്ചിരി അച്ചാറും നോക്കാൻ പോണേ. നെയ്മീനാന്ന് തോന്നുന്നു, നല്ല സൂപ്പർ മീനാട്ടോ, ഫ്രഷാണ്. നോക്ക്, കുറേ പീസുണ്ട്, ഇതിനകത്തുണ്ട്. മീൻ നല്ല ഫ്രഷ് മീനാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഇവിടെ ബേർഡ് വാച്ചിങ് ഹട്ട് അല്ലേ, അവിടെ വന്നിരിക്കണം. ഇവിടെ വന്നിരുന്ന് നമുക്ക് ഇങ്ങനെ നല്ല കാറ്റ് കൊള്ളാം. കാറ്റ് കൊള്ളുന്നതിനൊപ്പം ഇവിടെ നമ്മൾ കിളികളെയൊക്കെ കണ്ട് ഇവിടെ നല്ല ആഹാരം കഴിക്കാം. എല്ലാം ഇവിടെ കൊണ്ട് തന്നവര്, നമ്മൾ ഇവിടെ ഇരുന്നോണ്ട് ഓർഡർ ചെയ്താൽ മതി, എല്ലാം ഇവിടെ കൊണ്ട് തരും. പിന്നെ കരിക്കും വെള്ളം, ലൈം ജ്യൂസ്, ഇനിയിപ്പോ എന്ത് വേണം. അപ്പം എൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇവിടെ. നാളെ രാവിലെ ഇവിടുന്ന് പാക്കപ്പ് ചെയ്യും. ഞാൻ തിരിച്ചു UK പോവാണ് നാളെ. ആൻഡ്രൂ ഇവിടെയൊക്കെ തന്നെ കാണും, കേരളത്തിലോ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ. അപ്പൊ ഞാൻ പോവാണ്. അപ്പൊ എനിക്ക് എല്ലാവരെയും മിസ് ചെയ്യും, നാട് മിസ് ചെയ്യും, ഫാമിലി മിസ് ചെയ്യും, ഈ കറക്കം ഇതെല്ലാം മിസ് ചെയ്യും, മലബാർ മിസ് ചെയ്യും, കുട്ടനാട്, ആലപ്പുഴ, എൻ്റെ വീട് എല്ലാം എനിക്ക് മിസ് ചെയ്യാൻ വരും. പിന്നെ മിസ് ചെയ്യാൻ പോവാം. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നമ്മുടെ നാട്ടിലെ ഫുഡ്. അപ്പൊ ഇനി എപ്പോഴാ ഇങ്ങോട്ടൊന്നും എനിക്ക് അറിയത്തില്ല. വീണ്ടും പെട്ടെന്ന് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഒന്നിനു മുമ്പ് ഇവിടെ റിസോർട്ടിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. മാനേജർ അവിടെ നോക്കുന്നു. മാനേജർ മുകൾക്ക് നല്ല കമ്പനിയായി. മാനേജറൊക്കെ നമ്മുടെ നാട്ടുകാരനാണ്. ഓക്കെ, അപ്പം എത്രയും പെട്ടെന്ന് വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും thank you all for watching. I don't have to explain. I'm sure you guys understood what I'm actually talking about. Because if you look at the surroundings, you know, it's so nice to sit here and relax. I just fell asleep actually. If there was a mat here, I would have just slept off, you know. And then I ordered some fish biryani because since I've come here, I haven't tried the fish biryani here. And they give me a lot of big pieces. If you go to a restaurant, they won't give you this many pieces in a fish biryani. The biryani is quite nice. I've got some tender coconut water, lime juice, biryani and everything. So I'm just going to sit here and relax, enjoy the nature, watch these birds fishing there, watch these lovely coconut trees. Oh wow,
Hi, sorry, I was vlogging. What more do you need in your life, you know? And today is my last day. I'm going to be flying from Cochin to UK, and I don't know when I'm going to come back next. So, thank you all for watching my videos. Please continue watching my videos, and I'll be back soon with another beautiful video. Bye bye. ഇതാ കണ്ടില്ലേ, ഇവിടുത്തെ സർവീസിൻ്റെ കാര്യം ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്. ഇപ്പം ഞാനിവിടെ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ട് രാവിലെ പറഞ്ഞല്ലോ ഒരു 5 എല്ലാവരും ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നിടത്ത് മറ്റേ റിലാക്സേഷൻ ഹബ് ഉണ്ടല്ലോ അവിടെ ഇരിക്കുന്നിടത്ത് കൊണ്ട് തന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴത്തേക്കിന് നമുക്ക് കുടിക്കാൻ ജ്യൂസ് കോക്കനട്ട് വാട്ടറൊക്കെ അതിന് മുമ്പ് കൊണ്ട് തന്നു. ഇപ്പോൾ ദാ നമ്മൾ ചോദിക്കാതെ തന്നെ കുറേ ചിക്കു ഫ്രൂട്ട് കൊണ്ട് തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുടിക്കാൻ തേങ്ങാവെള്ളം, ഫോർക്ക്, സ്ട്രോ എല്ലാം നമ്മൾ ചോദിച്ചതേ ഇല്ല, ഞാൻ കൊണ്ട് തന്നു. അപ്പോൾ so guys, I'm telling you guys again and again about the service of this resort is excellent, you know, like without even asking. I was still sitting in this relaxation hub, and they brought for me, already they had brought some tender coconut water like I showed you before, and then they brought me lunch here, and now they brought me some chiku fruit. You know the chiku fruit I'm always talking about, the chiku fruit, it's very sweet, and some coconut water more. Oh yeah, so that's it. The staff are really, really good, you know, I must say that. All the staff, you know, anything you ask, without even ask, you know, they just bring stuff for you. And if you ask them something immediately, straight away, without any hesitation or you know, straight away, everything will be done, whatever you ask them to do. Okay, so let me have my chiku fruit and enjoy my lovely evening. അപ്പോൾ വിട പറയാൻ സമയമായിക്കൊണ്ടേയിരിക്കുന്നു. എനിക്കിവിടുന്ന് പോകാനേ മനസ്സ് വരുന്നില്ല, പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന്. ഇപ്പം നാളെ രാവിലെ ഞാൻ വണ്ടി കയറും, കൊച്ചിയിലോട്ട് ഇവിടുന്ന് പോവും. അവിടെ നിന്ന് ഞാൻ UK തിരിച്ചു പോകും. അപ്പോൾ എനിക്ക് ഈ നാടും നമ്മുടെ പ്രകൃതി ഭംഗിയും ഇവിടുത്തെ കാറ്റ്, വെളിച്ചം, കിളികൾ, ഇതെല്ലാം എനിക്ക് മിസ് ചെയ്യാൻ പോവാണ്. എന്ത് ചെയ്യാനല്ലേ, കുറേ ഉണ്ട് അല്ലേ. കുട്ടനാട്ടിലെയൊക്കെ സ്ഥിരം കാഴ്ചയല്ലേ ഇത്, താറാവ് ഇങ്ങനെ വരിവരിയായിട്ട്. വാവ്, ലോട്ട്സ് ഓഫ് ഡക്സ്. 20,000 കാണുമല്ലോ അല്ലേ? അയ്യോ, രസമുണ്ട്. ഓ, കൊള്ളാമല്ലോ. കുട്ടനാട് ഇവിടെ അടുത്താണോ? ഓ, വലിയ ഏതോ ഫാമിലിയാണെന്ന് തോന്നുന്നല്ലേ. വരുന്നുണ്ടോ? താറാവ് മുട്ട അല്ലേ, താറാവ് ഇറച്ചി, ഇതെല്ലാം ഇവിടെ കുട്ടനാട് ഭയങ്കര ഫേമസ് അല്ലേ. ഒരുപാട് ഇനിയുണ്ട്. അയ്യോ, ഒത്തിരി ഉണ്ട്. Oh my goodness. Have you guys ever seen this much ducks? Jesus Christ, this is like 5,000 ducks. Oh my god. Ooh. It's definitely around 5,000, right Andrew? More than that. Yeah, maybe 10,000 of them. 5,000? Really? 1,000. കുറേ പോയി ഇപ്പൊ തന്നെ. ഓ,
അയ്യോ, ഇവിടെ അടുത്തെങ്ങാണ്ട് വലിയ ഫാമുണ്ട്. മാർക്ക് കൈ തട്ടല്ലേ. എന്തൊരു താറാവാണ്ടത്! ഇത്രയും താറാവിനെ കണ്ടിട്ടുണ്ടോ? എൻ്റെ അച്ഛൻ്റെ അമ്മ ജീവിച്ചിരുന്ന സമയത്തെ പുള്ളിക്കാർക്ക് ഒത്തിരി താറാവുണ്ട്. എൻ്റെ പപ്പായുടെ അമ്മ താറാവുണ്ടായിരുന്നു ഒത്തിരി ജീവിച്ചിരുന്ന സമയത്ത്. അന്ന് നമ്മളിങ്ങനെ കണ്ടത്തിലൊക്കെ കൊണ്ടുപോയി വിടുമായിരുന്നു. പക്ഷെ ഇത് വലിയ ഫാമിലിയാ. ജീവിച്ചിരുന്ന സമയത്ത് ആ, മറിച്ചു പോയതിനു ശേഷം എന്താ ഉണ്ടായിരുന്നു? മരിച്ചു കഴിഞ്ഞതൊക്കെ പോയി കൊടുത്തു കാണും ആൾക്കാർ. ഓർമ്മയില്ല ശരിക്കും. സൂപ്പർ സ്ഥലം. അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇവിടുന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ നേരെ കൊച്ചി എയർപോർട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇന്ന് രാവിലെ എന്തൊക്കെയാണ് കഴിക്കാനുള്ളതെന്ന് നോക്കാം. ദിവസം ഉള്ള പോലത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സാധനങ്ങളൊക്കെയാണ്. ബൊഫയാണ്, പൂരിയും കറിയൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്ന് അപ്പം ഉണ്ടാക്കാൻ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് അപ്പം ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കിന് ഏറെക്കുറെ അപ്പമൊക്കെ തീർന്നു. ഇപ്പോൾ ഫ്രഷായിട്ട് ഞങ്ങൾക്ക് കുറേ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അവർ കണ്ടോ, ഫ്രഷായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നു ഞങ്ങൾക്ക് വേണ്ടി മാത്രം. ബാക്കി എല്ലാവരും കഴിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കായിട്ട് കുറേ നല്ല പാലപ്പം ഉണ്ട് കേട്ടോ, നല്ല പാലപ്പം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ നല്ല വെജിറ്റബിൾ സ്റ്റ്യൂ ഒഴിച്ചിട്ട് നല്ല സൂപ്പറാണ് കേട്ടോ ലാസ്റ്റ് ഡേയിലെ ബ്രേക്ക്ഫാസ്റ്റ്. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം കൂടാണ് അപ്പവും കറിയൊക്കെ. അപ്പം അതൊക്കെ കഴിച്ചിട്ട് നമ്മളിവിടുന്ന് യാത്ര തിരിക്കുകയാണ്. കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മുടെ മുട്ട മുളറ്റ് എല്ലാം കൂടെ കഴിച്ചിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ റിസപ്ഷൻ ഏരിയ. ഓക്കെ, റിസോർട്ടിൻ്റെ. അപ്പം നമ്മൾ കയറി വരുമ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ റിസപ്ഷൻ ഇരിക്കുന്നത്, കണ്ടില്ലേ? അപ്പം ഇവിടെയൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ലാസ്റ്റായിട്ട്. ഇതിൻ്റെ ഫ്രണ്ടിലോട്ടൊന്നും ഞാൻ അധികം അങ്ങോട്ട് ആ സൈഡിലോട്ടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണാനൊന്നുമില്ല. ജസ്റ്റ് ഒരു ഗാർഡനൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഹോളിഡേ വീഡിയോസ് ഇവിടെ അവസാനിക്കുന്നു.